പ്രൈസ് ലോർഡ്. ബൈബിൾ വചനങ്ങളിലൂടെ പത്രോസിൻ്റെ 1-ാം ലേഖനത്തിലെ 1-ാം അധ്യായത്തിലെ 23-ാം വചനം കാണിച്ചു തരികയാണ്. നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നശ്വരമായ ബീജത്തിൽ നിന്നുമല്ല, അനശ്വരമായ ബീജത്തിൽ നിന്നുമാണ്, സജീവവും സനാതനവുമായ ദൈവവചനത്തിൽ നിന്നും. നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്ന് കാണിച്ചിരിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, യേശു യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് നിക്കോദോമസിനോട് പറയുന്നുണ്ട്, യേശു ജീവിച്ചിരുന്ന കാലത്ത് നിങ്ങൾ വീണ്ടും ജനിക്കണമെന്ന്. ഇവിടെ പത്രോസ് ലേഖനത്തിൽ പറയുന്നു, നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നുവെന്ന്. അതായത് ദൈവം തൻ്റെ പുത്രൻ്റെ രക്തത്താൽ നമ്മളെ ശുദ്ധീകരിച്ചിരിക്കുകയാണ്. അത്രമാത്രം ദൈവം സ്നേഹിച്ചു എന്ന്. ആ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് നമ്മൾ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. ആ പുത്രൻ്റെ മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനം വഴി സജീവമായ പ്രത്യാശയിലേക്കും നമുക്കായിട്ട് സ്വർഗത്തിൽ കാത്തു സൂക്ഷിക്കപ്പെടുന്നതും അക്ഷയവും കളങ്കരഹിതവും ഒളിങ്ങാത്തതുമായ അവകാശത്തിലേക്ക് നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അതിനാൽ നമ്മൾ വഞ്ചനയുടെ പഴയ രൂപത്തെ, വഞ്ചനയുടെ ആസക്തിയാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെ എറിയുന്നു. പുതിയ മനുഷ്യനായ ക്രിസ്തുവിനെ ധരിക്കുമെന്ന്. അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്ന പോലെ നമ്മളും പരിശുദ്ധരായിരിക്കാൻ പറയുകയാണ്. എല്ലാ കാര്യത്തിലും, എല്ലാ അസന്മാർഗികതയിൽ നിന്നും നമ്മൾ വെടിയണം, ഒഴിഞ്ഞു നിൽക്കണം. നമ്മൾ സത്യം, നീതി, വിശുദ്ധി, നന്മ ഇതിലൂടെ സഞ്ചരിക്കണം. തെറ്റിലൂടെ നമ്മൾ സഞ്ചരിക്കരുത്. സത്യത്തോടുള്ള വിധേയത്വം വഴി നമുക്കായിട്ട് അവിടുന്ന് കാത്തു സൂക്ഷിച്ചിരിക്കുന്ന ആ കാര്യങ്ങളിലേക്ക് നമ്മൾ പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അതിനാൽ ഹൃദയപൂർവ്വവും ഗാഢവുമായിട്ട് സഹോദരങ്ങളെ പരസ്പരം സ്നേഹിക്കുമെന്ന്, സത്യത്തോടുള്ള വിജയത്വം വഴി നിഷ്കപടമായ സഹോദര സ്നേഹത്തിനായി നമ്മുടെ ആത്മാവ് പൗത്രീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി മുതൽ നമ്മൾ പിന്തിരിഞ്ഞു നോക്കരുത്. നമ്മൾ മുന്നോട്ട് തന്നെ ആയിരിക്കണം, ദൈവത്തിങ്കലായിരിക്കണം. നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ മരണത്തിലൂടെ മരിച്ചവരിൽ നിന്നുള്ള യേശുക്രിസ്തുവിൻ്റെ ഉത്ഥാനം വഴി, ദൈവം എന്ന് സൂചിപ്പിച്ചത് ദൈവത്തിൻ്റെ പുത്രൻ യേശുക്രിസ്തു, ആ യേശുക്രിസ്തുവിൻ്റെ ഉത്ഥാനം വഴി നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ഒരിക്കലും നമ്മൾ തെറ്റ് ചെയ്യുന്നു, കുമ്പസാരിക്കുന്നു, തെറ്റ് ചെയ്യുന്നു, കുമ്പസാരിക്കുന്നു, അങ്ങനെ ആവരുതെന്ന്. നമ്മൾ ബലഹീനരാണ് എങ്കിലും നമ്മൾ എപ്പോഴും നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ നിരന്തരം നമ്മൾ ബൈബിൾ വായിക്കുകയും നല്ല കാര്യങ്ങൾ പറയുകയും മറ്റുള്ളവരെ കാണുമ്പോൾ അതനുസരിച്ച് നമ്മൾ നല്ല കാര്യങ്ങൾ പറയുകയും, അവർ പറയുന്നില്ലെങ്കിലും അവർ മനസ്സിലെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ മനസ്സിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. അവരായിട്ട് സംസാരിക്കുന്ന രീതിയിലേക്ക്. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങളിലൂടെ നമ്മളെ സമീപിക്കുകയാണെങ്കിൽ, എന്നതുപോലെ തന്നെ എവിടെയെങ്കിലുമൊക്കെ പോകുവാനോ എവിടെയെങ്കിലുമോ അങ്ങനെയൊക്കെ ആരെങ്കിലും നമ്മളെ സമീപിക്കുകയാണെങ്കിൽ നമ്മൾ മടി കാണിക്കരുത്. ഇനി നമ്മൾ മുന്നോട്ട് തന്നെ യേശുക്രിസ്തുവിൽ നമ്മൾ മുന്നോട്ട് തന്നെ യേശുക്രിസ്തുവിനെയാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. നമ്മുടെ മുമ്പിൽ സത്യം, നന്മയും മരണവും ജീവനും അസത്യവും നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് ആ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ നല്ലത് തന്നെയാണ്, നന്മയും ജീവനും. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു.